വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ടു അബീസ് ഗെയിമിംഗ് ഗൈസ്. നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് ട്വിങ്സ് എന്ന് പറയുന്ന ഒരു ഹൊറർ ഗെയിമാണ്. നമ്മളിന്ന് കളിക്കാൻ പോണ ഗൈസ് ഇതാണ്. ട്വിങ്സ് എന്ന് പറയുന്ന ഹൊറർ ഗെയിമാണ് ഗൈസ്. ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും കൂടി പറഞ്ഞ് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം ഗൈസ്. ഇവിടെ നമ്മളെ ഒരു ഗൈസ് ഒരിടത്ത് എന്തൊരു ക്രിമിനൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം മോഷ്ടിക്കണം. ഓക്കെ ഗൈസ്, അവിടുന്ന് അവരെ കയ്യിൽ നിന്നാണ് നമ്മൾ എസ്കേപ്പ് ആകാൻ പറ്റുക. അവർ രണ്ട് ട്വിൻസാണ്. അവരുടെ പേര് ബോബും ബക്കെന്നുമാണ്. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ നിന്ന് ഒരു പെയിൻറ്റിങ്, ഒരു ഡയമണ്ടും പിന്നെ ഒരു കോയിനും എടുത്തുനിന്നാണ് എസ്കേപ്പ് ആവേണ്ടത്. നമ്മളെ ഗവൺമെൻറ് നമുക്ക് അയച്ചിരിക്കുന്ന മെഷീനാണ് ചെയ്യാൻ പോകുന്നത്. ഗവൺമെൻറ് പറഞ്ഞാൽ അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ് അവർ മോഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മൾ അവരെ നിന്ന് അത് എടുത്തുകൊണ്ട് വരെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ കളിക്കും. ലെറ്റ്സ് ഗോ. ഇതാണ് ഒരു ഡയമണ്ട്, ഒരു പെയിൻറ്റിങ്, ഒരു ഗോൾഡ് കോയിന്. ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എനിക്ക് എന്തിരുന്നു അതിനോട് ഞാൻ ഗ്രാനി കുറച്ചെങ്കിലും കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഒരിക്കലും ഞാൻ കളിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, ഗ്രാനീനെ പോലെയാണോ അറിഞ്ഞൂടാ. ഗ്രാനി നമുക്ക് 3 എപ്പിസോഡ് എടുത്ത് എൻഡ് ചെയ്യാം, പക്ഷേ ഇത് തരുന്നതിലൂടെ ബ്രിങ് ബാക്ക് ഗൈസ്. നമുക്ക് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് വേണം ഫ്രണ്ട് ഡോറിൽ കുറേ എസ്കേപ്പിങ് സാധനമുണ്ട്, അത് വെച്ചിട്ടാണ് നമുക്ക് എസ്കേപ്പ്. ഓക്കെ, നമുക്ക് നേരെ കളിക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്? ഇതെന്തിനാണ് സ്ഥലം ഗൈസ്? നമ്മൾ ഏതൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. കണ്ടിട്ട് മനുഷ്യനാവുള്ള ഗൈസ്. ഇവിടെ എന്തൊരു ക്രോബാറാ ഗൈസ്. നമുക്ക് ആദ്യം തന്നെ ഒരു ക്രോബാർ കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഗൈസ്? നമുക്കിനി ഇവിടെ എന്തെങ്കിലും ലൈഫ് ലൈനൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മളെ ലൈഫ് ലൈനാണെന്ന് തോന്നുന്നു ഇത് ഗൈസ്. ഇതെന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഓക്കെ, അയ്യോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ എത്തി ഗൈസ്? ഇതാണെന്ന് തോന്നുന്നു ബോബിൻ്റെ. അയ്യോ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ മരണപ്പെട്ടു. കഷ്ടം, ലൈഫ് ലൈൻ കുറഞ്ഞു ഗൈസ്. എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. നമ്മൾ ബോബിൻ്റെ ഡക്കിൻ്റെ വീട്ടിൽ നേരെ എങ്ങനെ എൻട്രി ആയി ഗൈസ്? ഇതേ സ്ഥലമാണ് ഗൈസ്. എനിക്ക് മനസ്സിലാവുള്ള ഇതേ സ്ഥലം എന്നാണ്. 112 11112. ഓക്കെ ഗൈസ്, 112 എന്ന് എന്തൊരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 112. ഇതെന്താണ് ഗൈസ്? എന്താണെന്ന് എനിക്കറിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല ഗൈസ്. ഇതാരെന്ന് ഇത് എവിടെ കൊണ്ടുപോയി ഇവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് പോകുന്നു ഗൈസ്? എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയിലൊന്നും ഇത് എസ്കേപ്പ് ആയി ഭയങ്കര ഹാർഡാണെന്ന് തോന്നുന്നുണ്ടിട്ട് ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവും. ഇതാര് ഗൈസ്? ഇതെന്താണ്? ക്യാച്ച് കീയാ ഗൈസ്? എനിക്ക് ക്യാച്ച് കീ കിട്ടി. ഇതാരാണ്? ഇതാരെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ഇവൻ്റെ എന്തൊരു ഇതുണ്ട്, ഒരു ടോർച്ച് പോലത്തെ ഒരു സാധനമുണ്ട് ഗൈസ്. എനിക്കൊരു ക്യാച്ച് കീ കിട്ടിയിരുന്നു ഇവൻ്റെ പോക്കറ്റിൽ നിന്ന്. നമുക്കിത് എന്തിനാണ് ചെയ്യേണ്ടത്? ഒന്നും മനസ്സിലാവണ്ട ഗൈസ്. ഇവൻ പോട്ട് ഗൈസ്. ഇതെനിക്ക് തുറക്കാനുള്ള കീ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവൻ പോയിട്ട് നമുക്ക് തുറക്കാം. ഓക്കെ ഗൈസ്, പോയി ഗൈസ്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇത് വെച്ച് തുറക്കണമെന്ന്. ഓക്കെ ഗൈസ്, ഇവൻ ഇത് വെച്ച് തുറന്നിട്ടുണ്ട്. ഇവൻ ഇങ്ങോട്ടാണ് പോയല്ലേ? ഇതോ പോകുന്നു ഗൈസ് അവൻ. ഇവിടെ എന്തിനാണ് ചെയ്യാനുള്ളത്? ഇതെന്തിനാണ്? ഹാൻഡ് വീലാണ്. ഇവിടെ എന്തോ ഹാൻഡ് വീല് കാണും ഗൈസ്. അതവിടെ ഇരിക്കട്ടെ. ഇതെന്തിനാണ്? ഇവിടെ എന്തോ ഒരു മതിൽ എന്തോ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ വെച്ച് പൊളിക്കണുണ്ട് ഗൈസ്. ഇവ ഇങ്ങോട്ടാണ് പോയിട്ടുള്ളത്. നമുക്കിവിടെ എക്സ്പ്ലോറായി നോക്കാം. ഇവിടെ ഏത് സ്ഥലമാണ് ഗൈസ്? ഇത് വലിയ ഹൗസ് ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ദൈവമേ, ഇതെന്താണ് ഗൈസ്? ഇവിടെ എന്തൊരു സാധനം ഉണ്ടല്ലോ, ബട്ടൺ. അതിനൊരു ബട്ടൺ ഗൈസ്. ബട്ടണാണ്. പിന്നെ ഈ ഗെയിമിലൊരു മാസ്ക് ഉണ്ട്. ഈ സാധനം ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, ഇപ്പം എന്താ അവന്മാർ വരുമല്ലോ? ഇതെന്തിനാണ് ഗൈസ്? ഇവിടെ തിളങ്ങുന്നുണ്ടല്ലോ. ഗൈസ്, അവിടെ എന്തൊരു യാമോ ഇരിക്കുന്നുണ്ട്. ഇടാ, അയ്യോ, അവൻ കണ്ട് ഗൈസ്. ഇതാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാരാണ്? ഇത് ഏത് ക്യാരക്ടറാണ് ഈ ഗെയിമിൽ? അളിയാ ഞാൻ ഇവിടെ പോയി പെട്ട് ഗൈസ്. ഇത് ചതിയാണ് ഗൈസ്. ഇത് വലിയ ചതിയാണ് ഗൈസ്. കഷ്ടമാണ് ഗൈസ്. നിങ്ങൾ നോക്ക് ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ചത്തുപോയി ഗൈസ്. നമ്മൾ വീണ്ടും ചത്തോണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവും. വീണ്ടും ആ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തി ഗൈസ്. ഗൈസ്, ഇത് പണിപ്പാളുന്ന ഗൈസ് കാസാണ്. ഇത് 2 വർഷം ചെയ്യുന്നില്ല. അതൊന്ന് പെട്ടെന്ന് വേടാ ഗൈസ്. നമുക്ക് ക്യാച്ച് പോയി ഇവിടുന്ന് എത്താം. ദൈവമേ, ഗൈസ്, അവൻ കണ്ട ഗൈസ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ ഗൈസ്? ഞാൻ വിചാരിച്ച അവൻ കണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് ഗൈസ്, ഇത് താഴെ ഡ്രോപ്പ് ഇട്ടാലേ അവൻ കാണും. അതുകൊണ്ടാണ് എനിക്കിത് ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്കിനി എന്തിന് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, അവിടെ എന്താ അവൻ കയറി പോകണം. ഓക്കെ, അവൻ കാണരുതേ അവൻ പോകണേ. അവൻ പോയി. ഗൈസ്,
നമുക്കിനി ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അവിടെ ഒരു ബട്ടൺ വേണം. ഗൈസ് അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ഗൈസ് ഇവിടെ ബട്ടൺ നമുക്ക് ആവശ്യമാണ്. എന്തൊരു ബട്ടണാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇനി ആ ബട്ടൺ ഇളക്കിക്കൊണ്ട് അവിടെ വയ്ക്കണം. എനിക്കൊന്നും മനസ്സിലാവില്ല. ഗൈസ് ഇവിടെ ഒരു യാമുണ്ട്. മിക്കവരും ഇവിടെ തോക്കുണ്ട്. ഇവിടെ നിന്നാ വരണം. എടാ വരണം ഗൈസ്. സൗമാരി ഇത് വഴി പോകാം ഗൈസ്. ഓക്കെ ഇതൊക്കെ ഏത് വഴി ഗൈസ്? ഇതെന്ത് ജിമ്മാണ്? അയ്യോ ഗൈസ് നമ്മൾ ഏത് വഴി എത്തിയത്? സ്ഥലം നമുക്കിനി കറക്റ്റിക്കല്ല. അവൻ ഇതുവഴി വരും ഗൈസ്. നമുക്കിനി വട്ടം നാരങ്ങ അടിച്ച് പോവാം. എനിക്ക് തോന്നുന്നു വരൂലൊന്നും അല്ലേ? വരല്ലേ ഗൈസ് ഇത് ഭയങ്കര പാടാണ്. അയ്യോ പെടല്ലേ. അയ്യോ ഗൈസ് പെട്ട്. ഇത് ഭയങ്കര പാടാണ് ഗൈസ്. ഭയങ്കര പാട്. ഇതേപോലത്തെ ഒരു ഗെയിം ഇത് കണ്ടിട്ട് ഭയങ്കര പാടായിട്ടാണ് തോന്നുന്നത് ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുള്ളത് ഭയങ്കര പാട് ഗെയിം. ഓക്കെ ഇത് വേറെ സ്ഥലം ഗൈസ്. ഭാഗ്യം. ഇത് വേറെ സ്ഥലമായി കൊണ്ട് ഭാഗ്യം. കുറച്ച് എസ്കേപ്പ് ആവാൻ സിമ്പിളാണ് ഗൈസ്. ഓക്കെ ഇതെന്തിനാണ് നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. ഇവിടെ ജയിലിൽ പൂട്ടി വെച്ചിരിക്കുന്ന ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. നമ്മൾ നമ്മൾ ഇതിനേക്കാളും വലിയ എസ്കേപ്പായിട്ടുള്ള ആളാണ്. ഇതൊരു ഗൈസ് അവൻ ഇവിടെ ഉണ്ടാകുന്ന നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. അല്ലെങ്കിൽ പണിപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതെന്താണ് റിവർ? എന്തായാലും ഒരു ലിവറുണ്ടോ ഇവിടെ? ദൈവമേ അവന്മാരെ കാണല്ലേ. ഇതെന്തിനാണ് ഗൈസ്? ഇവിടെ ഡോർ ഹാൻഡിൽ വേണം ഗൈസ്. ഇവിടെ അതിനി എവിടെ നിന്ന് കിട്ടാൻ ഡോർ ഹാൻഡിൽ? ഇതെന്തിനാണ് ഗൈസ്? ഇതൊക്കെ ഏത് വഴി ഗൈസ്? ഇത് നമ്മൾ വന്ന വഴി ഗൈസ്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ കളിയിൽ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അരിച്ച് പറക്കാം. എവിടെ നിന്നാ ഓതാ വരുന്നത്? ഇതാണെന്ന് തോന്നുന്നു ബോബ്. അത് ഡക്കെന്നാണ് തോന്നുന്നത്. ഡക്ക ആരൊക്കെ ഉണ്ട് ഇവിടെ? ഹൈഡിങ് പ്ലേസ് ഒന്നും ഇല്ല ഗൈസ്. അത് കൊണ്ടൊരു ഹാർഡാണ്. ഹൈഡിങ് പ്ലേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാടാണ്. 2 പേരാണ് ഓൾറെഡി ഗെയിമിനുള്ളത്. അപ്പം എത്ര ഹാർഡായിരിക്കും നിങ്ങൾ പറ ഗൈസ്. ഓക്കെ ഗൈസ് ഇതിൻ്റെ താഴോട്ടൊന്ന് പോയി നോക്കണം. ഇതെന്തിനാണ് ഗൈസ്? അതിൻ്റെ അകത്ത് എന്തിനുണ്ട്? എൻ്റെ ദൈവം ഇവൻ വന്ന് ഗൈസ്. ഇതാണ് തോന്നുന്നു ബോബ്. ഇതിൻ്റെ അകത്ത് ഹൈഡിങ് പ്ലേസ് ഉണ്ട്. അവിടെ ഇത് ഡക്ക് 2 എണ്ണം ഉണ്ടല്ലോ. അതുകൊണ്ട് ഭാഗ്യം. ഇത് കണ്ടോ ഇവന്മാർ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അത് പാട് പിടിച്ച വന്നവരാണ്. ഇത് വഴി പോകും ഗൈസ്. ഓക്കെ ഇവന്മാർ ഇതിൻ്റെ അകത്തൊക്കെ എന്തിന് ഗൈസ്? ഇത് ഡൈനാമേറ്റ് ഗൈസ്. ഡൈനാമേറ്റ് കിട്ടി ഗൈസ്. ഡൈനാമേറ്റ് വെച്ച് അവന്മാരെ പൊട്ടിക്കാൻ പറ്റുമോ? അവന്മാർ വാടാ ഗൈസ്. അവന്മാരെ പൊട്ടിക്കാൻ പോയി ഇത് വെച്ച്. എനിക്കാണെന്ന് തോന്നുന്നു ഗൈസ്. അതെന്തിനാണ് ഒരു ഫോട്ടോ? ഇതേത് നമ്മൾ വന്ന സ്ഥലം ഗൈസ്? ക്രോബാർ പൊടിപ്പിടി നിനക്ക്. അയ്യോ പെട്ടെ പൊട്ട്. ഗൈസ് ഒരുത്തനെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇവൻ്റെ പേരെന്തിനാണ്? ബക്ക്. ഗൈസ് ഇവൻ്റെ പേര് ബക്ക് എന്നാണ് ഗൈസ്. സ്റ്റോ കിടക്കുന്നു. അവിടെ അളിയം വന്നു. ഇവനും വന്ന് ഗൈസ്. ഇവനൊന്ന് അങ്ങോട്ട് കയറിയിട്ട് നമുക്ക് ചുറ്റിക്കറക്കിക്കൊണ്ട് അങ്ങനെ പോകും ഗൈസ്. ഇത് ഈസിയാണ് ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഇതാണെന്ന് തോന്നുന്നു. അതെന്തോ അതിൻ്റെ അകത്തൊരു പച്ച നീല ലൈറ്റൊക്കെ ഉണ്ട്. ഇവൻ ക്രോബാർ എവിടെടാ ഗൈസ്? ക്രോബാർ കാണാനില്ല ഗൈസ്. അവിടെ ക്രോബാർ എവിടെ ഗൈസ്? അവിടെ ക്രോബാർ കാണാനില്ല ഗൈസ്. ക്രോബാർ ഇവിടെ ഞാൻ കണ്ട്. പക്ഷെ അവിടെ കാണാനില്ല. പക്ഷെ നമുക്കിവിടെ കരിച്ച് പടക്കാം. എനിക്കത് കാണണം. ക്രോബാർ ഗൈസ് നമ്മുടെ കയ്യിൽ നിന്ന്. അതൊരു ഇതെന്താണ് ഗൈസ്? ഡൈനാമൈറ്റ്. എനക്കൊന്ന് കാണിച്ചു തരാം. വാടാ. എവിടെ? നീ ഇവിടെ പിടി. വാ. നീ ചത്ത് പോയി. പിടിച്ചോ? ചത്തല്ലോ. അത്രേ ഉള്ളൂ. അതാണ് ഗൈസ്. ഓക്കെ നമുക്കിനി സ്വസ്ഥമായിട്ട് അവന്മാർ 2 പേരും പോയിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഒന്ന് അരിച്ച് നിറക്കി നോക്കാം ഗൈസ്. ഡൈനാമൈറ്റ് ഉള്ള കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇത് ഗ്രാനീനെ പോലെയല്ലോ, കുറച്ചും കൂടെ പാട് ഗെയിമാണ്. 2 പേരുള്ള കൊണ്ട്. ഇതെന്താണ്? ഗ്രീൻ കിടി കിട്ടി. ഭാഗ്യത്തിന്. ഇതെന്താണ് സ്ഥലം? ഏതോ സ്ഥലം. ഓക്കെ ഗൈസ് ഗ്രീൻ കീ കിട്ടിയ കൊണ്ട് നമുക്ക് നമ്മളെ ഫ്രണ്ട് ഓർ എസ്കേപ്പ്. ഇതാണ് ഫ്രണ്ട്. ഇവിടെ ഡ്രോപ്പ് ചെയ്ത് വയ്ക്കാം. എല്ലാം നമുക്കിവിടെ ശേഖരിക്കും. ഇവിടെയാണ് നമ്മൾ ക്രോബാർ കിടന്നത്. ക്രോബാർ
കാണാനില്ല ഗൈസ്. ക്രോബാർ ഞാൻ ഇവിടെ എവിടെയോ കണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഞാൻ ഇവിടെ എവിടെയാണ് കണ്ടത് ക്രോബാർ. ഇങ്ങോട്ടൊരു വഴിയില്ല. പിന്നെ ഞാൻ ഗൈസ് ഇവിടെ ഒന്നും ഇല്ല. പിന്നെ ഞാൻ ഗൈസ് ക്രോബാർ ഇവിടെയാണ് ഇട്ടത് ഗൈസ്. ഇതെന്തിനാണ് സ്ഥലം ഗൈസ്? ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പ്ലേസ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ കുറച്ചൊന്നും കുറഞ്ഞ് പോയി നോക്കാം ഗൈസ്. ഇവിടെ അതാ കിടക്കുന്നു ക്രോബാർ. എട് മോനെ, നിന്നെ തപ്പി ഞാൻ എവിടെയൊക്കെ കിടന്നു. ഓക്കെ ഗൈസ്, നമുക്കിനി ഈ ക്രോബാർ വെച്ചാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ തുറന്ന് നോക്കാം. എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ. ഇതെന്തിനാണ് സ്ഥലം? ഇതൊരു കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിരി എവിടെ എന്തിനാണ് ഇതെന്തിനാണ് ഒരു കയ്യിൽ ഓപ്ഷൻ ഉണ്ടല്ലോ ഗൈസ്. നമ്മളെവിടെ എത്തി ഗൈസ്? നമ്മളെവിടെ എത്തി? ഇതേ സ്ഥലമാണ് ഗൈസ്. നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി. വേസ്റ്റൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ടിട്ട് അതാ കിടക്കണം ഡോർ ഹാൻഡിൽ ഒരു ഡോർ. ഇതേ സ്ഥലം ഗൈസ്. ഇവിടെ ഏതോ ലൈസറൊക്കെ ഉള്ളതോ. അവിടെ പച്ച ലൈറ്റ്. വീണ്ടും ഇവിടെ പച്ച ലൈറ്റ് ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു കണ്ടിട്ട് എടാ ഈ സ്ഥലത്ത് വീണ്ടും എത്തി ഗൈസ്. നമ്മൾ ഇതേതാണ് ഡൈനാമൈറ്റ് കിട്ടി ഗൈസ്. ഡൈനാമൈറ്റ് വെച്ച് കളിയുണ്ട് ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ ഡൈനാമൈറ്റ്. അതായത് എനിക്ക് തോന്നുന്നു ക്രോബാർ അളിയാ വന്നളിയാ പെട്ടളിയാ ഗൈസ്. എനിക്ക് ഈ ഫ്രണ്ട് ഓറഞ്ച് ഇവിടെ ഇടാം. എല്ലാം ഇവിടെ തന്നെ കൊണ്ടിടാം. നിങ്ങൾക്കറിയാമല്ലോ നമ്മളെ സ്ട്രാറ്റജിക്കൽ മൂവ് നമ്മളിവിടെ പ്രയോജിക്കുന്നത്. നമ്മൾ ഏതളിയും ഗൈസ്. നമുക്ക് വെട്ടിച്ച് പോകാനൊക്കെ അറിയാം അതിനെക്കുറിച്ചൊക്കെ. നേരെ ചാടിക്കും. അവൻ അവിടെ കിടക്കുന്നു. നമുക്കങ്ങനെ വഴിയൊക്കെ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. കുറച്ച് വഴിയൊക്കെ നമ്മളിവിടെ പഠിച്ചു. ഓക്കെ, ഇത് നമുക്കിവിടെ വേണം. ഓക്കെ, ഇത് നമുക്കൊരു ആവശ്യത്തിനാണ്. അയ്യോ അവിടെ ഇവൻ ബുദ്ധിപൂർവ്വം കളിച്ച് ഗൈസ്. ഇനി നമുക്ക് പെട്ട്. ഞാൻ പെട്ട് ഗൈസ്. ഞാൻ പെട്ട് ഇവൻ എങ്ങനെ ഗൈസ് ഇവിടെ വന്നതെന്ന് അറിഞ്ഞത്? ഇവൻ ഇവിടെ നിന്ന് ചാടി. ഇവന് വഴി അറിയാലോ. ഇവൻ്റെ വീടല്ലേ ഇത്. ഞാൻ അവിടെ നിന്ന് ചാടിയ കാര്യം ഇവന് അറിയാൻ പറ്റി. അപ്പോൾ ഇവിടെ വന്നു. നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊരു കാഷ്ടം പിടിച്ച കാര്യം. നമുക്കിനി ആ അണ്ടർഗ്രൗണ്ട് ബേസിലോട്ട് പോകാം. നമുക്കറിയാലോ അണ്ടർഗ്രൗണ്ട് ബേസിൽ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ബട്ട് ഇവിടെ ഡൗൺ പറ്റുണ്ട് ഗൈസ്. ഇതെന്തിനാണ്? ഇതേ സ്ഥലം ഗൈസ്. വീണ്ടും ഏതൊരു ഇത് വേറൊരു സെല്ലാണ്. നമുക്ക് അങ്ങോട്ട് പോകണ കാര്യമില്ല. നമുക്ക് ഡൈനാമൈറ്റ് എടുത്ത് അണ്ടർഗ്രൗണ്ട് ബേസിലോട്ടൊന്ന് പോയി നോക്കാം. നമുക്കറിയാലോ അണ്ടർഗ്രൗണ്ട് ബേസിൽ അതേ സ്ഥലമൊന്നും പോലും എനിക്കറിയത്തില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും അടിയിലെത്തിയിട്ടുണ്ട്. ഇത് ഏത് സ്ഥലമാടാ ഗൈസ്? ഞാൻ മറന്നു. ഇതേ സ്ഥലം. അവിടെ ഇത് കുറച്ച് പാടാണ്. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഇത് കുറേ പാടാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അണ്ടർഗ്രൗണ്ട് ബേസിൽ മറ്റേ ചെലന്തീനെ പോലത്തെ മോസ്റ്റർ കാണുമെന്നാണ് തോന്നുന്നത്. ഈ ഗെയിമും നമ്മളെ ഗ്രാനീൻ്റെ ഗെയിം ഉണ്ടാക്കിയത് ഒരേ കമ്പനിയാണ്. അതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ സാധ്യത ഉണ്ട്. ഓക്കെ, ഒരേ കമ്പനി ആയിക്കൊണ്ടേ ഇതേ സ്ഥലം. ഇത് ആ സ്ഥലം തന്നെ ഗൈസ്. ഞാൻ വന്നെത്തിയ സ്ഥലത്ത് തന്നെ ഇവിടെ വേറൊരു സ്ഥലം. ഇതെന്തിനാണ് ലിവർ? ഇതായിരുന്നു ഇതിൻ്റെ അകത്ത്. എന്തിനാണ് ഗൈസ്? ഒന്നുമേ മനസ്സിലായി. ഇതെന്തിനാണ് ഗൈസ്? ഇതെന്തിനാണ് ഗൈസ്? ഇവിടെ എന്തൊരു സ്ഥലമുണ്ട്. ഇത് ഇങ്ങനെ പിടിക്കണം. അയ്യോ കുടുങ്ങി പെട്ടല്ലോ. അതാ സിമ്പിൾ. എനിക്ക് തോന്നുന്നു ആ ക്രോബാർ എടുത്തിട്ട് വന്നിട്ട് അതൊന്ന് പൊട്ടിച്ച് നോക്കണമെന്ന്. ക്രോബാർ നമുക്ക് വേണം. ഇതേ സ്ഥലം പുതിയ ഏതൊക്കെ സ്ഥലത്തെത്തി. ഓക്കെ, ഇതിൻ്റെ അകത്ത് പോയിസൺ കൊണ്ട് എനിക്ക് തോന്നുന്നു പോയിസൺ ഇവിടെ എന്തൊരു ആവശ്യം? പോയിസൺ ഇവിടെ കിടക്കട്ടെ. നമുക്കെല്ലാം ഫ്രണ്ട് ഓറിലാണ് കൊണ്ടിടേണ്ടത്. ഓക്കെ ഗൈസ്, എൻ്റെ മറ്റേ നമ്മൾ വന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ എത്തണം. എനിക്ക് അവിടെ വരണം. ഓക്കെ, അതാ ഇത്. അയ്യോ ഇങ്ങോട്ട് വരണ്ടിയിരുന്നെന്ന് പറയണം ഗൈസ്. എനിക്ക് പണി പാളും വെള്ളത്തിൽ കിട്ടിയല്ലോ. അതാ അവൻ കണ്ട്. അയ്യോ അവൻ്റെ ബാക്കിൽ നിന്ന് പോകണം. അവൻ്റെ ഇങ്ങോട്ട് പോകണം. അയ്യോ നാദാ ഇവിടെ പിടിച്ച് കയറിക്കോ. പക്ഷെ എൻ്റെ ദൈവമേ ഗൈസ്, നമ്മൾ ഡൈനാമൈറ്റ് എടുക്കണ്ടോ? ഇത് അവിടെ എടുക്കട്ടെ, അവിടെ കിടക്കട്ടെ ഡൈനാമൈറ്റൊക്കെ. എൻ്റെ കയ്യിൽ നിന്ന് ഇതെടുത്ത ഡ്രോപ്പ് ആവും? ഇല്ല ഗൈസ്, ഡ്രോപ്പ് ആവത്തില്ല. നമുക്ക് 3 ഷോട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. അവന്മാർ പൊയ്ക്കാണോ? ദൈവമേ അവന്മാർ പൊയ്ക്കാണോ? ഇവിടെ ഇടാ വന്ന് പെട്ട് അവന്മാർ പെട്ട് ഗൈസ്. അയ്യോ ഗൈസ്, നമ്മളും പെട്ട് ഗൈസ് അവന്മാരെ കൂടെ. മണ്ട ബുദ്ധരത്തും കാണിച്ച് ഗൈസ് നമ്മൾ വീണ്ടും
പിന്നെ ഗൈസ് ഈ ഗെയിമിൽ ഒരു മാസ്ക് ഉണ്ട്. ആ മാസ്ക് എങ്ങനെയെങ്കിലും എടുക്കണം. അത് അതിൽ കാണിച്ചിരുന്നു. ആ മാസ്ക് നമുക്ക് എടുത്താലേ നമുക്ക് ഇവന്മാരെ നമുക്ക് അവന്മാരെ കൂടെ ഉള്ളവന്മാരെന്നാണ് നമ്മൾ വിചാരിക്കുള്ളൂ. ഓക്കെ, ആ മാസ്ക് എങ്ങനെയുണ്ട് എടുക്കണം ഗൈസ്. അവന്മാർ വരരുത്. ഇത് ഇവന്മാർ ഇതിൻ്റെ ഒന്നും വെച്ചിട്ടില്ല. എടാ വെയ്യടാ വല്ലതും. അയ്യോ നാദാ പെട്ട് ഗൈസ് നാദാ പെട്ട്. ഇതെന്തിനാണ് ഗൈസ്? നമുക്ക് ഈ അണ്ടർഗ്രൗണ്ട് ബേസിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇതെന്തിനാണ് സ്ഥലം ഗൈസ്? നേരെ ഇങ്ങോട്ട് കയറി. ഇത് ഏത് സ്ഥലമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതേ സ്ഥലം ഗൈസ്. ഇതെന്തൊരു സ്ഥലം ഗൈസ്? ഇത് ഏത് അണ്ടർഗ്രൗണ്ട് ബേസ് ഗൈസ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതെന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ അകത്ത് കയറണം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കേ. എന്താണ് ഈ സ്ഥലം? ഓക്കെ ഗൈസ്, എന്താണ് ഈ സ്ഥലം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താണ് സ്കൂട്ടർ ഡ്രൈവറോ ഗൈസ്? അതിനകത്തൊരു സ്കൂട്ടർ ഡ്രൈവർ എടുക്കണം. ഗൈസ്, മറ്റേ ഫോട്ടോയിൽ കണ്ട ജീവി ഇതിനാണോ പോയിസൺ വെച്ച് കൊടുക്കണം? നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും ഗൈസ് ഈ ഗെയിമിൽ. അത് ഞാൻ ശ്രദ്ധിച്ചതാണ്. ഇതെടുത്ത് ഇട്ട് കൊടുക്കണം. അല്ല ഗൈസ്, ഈ പോയിസൺ വെച്ചൊന്നും ഇതിനെ കൊല്ലാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ആ ബോംബ് എടുത്ത് എറിയണമെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഈ സമയത്ത് ഇവിടെ വരാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ജീവിക്ക് ആ മറ്റേ ഡൈനാമൈറ്റ് ഇട്ട് കൊടുക്കണമെന്ന്. ഡൈനാമൈറ്റ് ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ ജീവിയുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവുമെന്ന്. ഓക്കെ, ഡൈനാമൈറ്റ് എടുത്ത് ഇട്ട് കൊടുക്കുക ഇതൊക്കെ. അതൊക്കെ എന്ത് സ്ഥലമാണ് ഗൈസ്? നാദാ പെടല്ലേ അവന്മാരില്ലല്ലോ. അയ്യോ അവിടെ എനിക്ക് ആ മാസ്ക് കിട്ടുന്നു ഗൈസ്. ആ മാസ്ക് എനിക്ക് വേണം. എന്നാൽ നമുക്ക് ഇതെന്താ? അയ്യോ നാദാ പെട്ട്. അയ്യോ നാദാ പെട്ട്. അയ്യോ ഗൈസ്, നമ്മൾ വീണ്ടും പെട്ട് ഗൈസ്. ആ ജീവി വന്ന് നമ്മളിപ്പോൾ പെട്ട്. ഇത് കുറച്ച് പാടാണ് ഗൈസ്. പക്ഷേ നമുക്ക് ലൈഫ് കുറേ ഉണ്ട് ഗൈസ്. ഇതാ വീണ്ടും അവിടെ തന്നെ എത്തി ഗൈസ്. ഈ സ്ഥലം എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ഇത് ഗൈസ്. പിന്നെ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ്. ഒന്ന് 50 സബ്സ്ക്രൈബ് ചെയ്താൽ ഫേസ് റിവീലാണ്. നിങ്ങൾക്ക് അറിയാലോ 50 സബ്സ്ക്രൈബ് ആയി. ഓക്കെ, 50 സബ്സ്ക്രൈബ് ആയാൽ ഫേസ് റിവീലാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഓക്കെ ഗൈസ്. 50 സബ്സ്ക്രൈബ് ആയി. ഓക്കെ ഗൈസ്, ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സമയമൊക്കെ. അവൻ അങ്ങോട്ടാണ് പോയത്, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകണം. ഓക്കെ ഗൈസ്, അവൻ അവൻ കാണരുത്. അവൻ കാണിട്ടില്ല. ഓക്കെ, അവനിപ്പോൾ പോയിട്ട് നമുക്ക് പോകെ. ഇടാ ഓ ഗൈസ്, അവന് കണ്ണ് കണ്ടുകൂടാൻ തോന്നുന്നു. നമ്മൾ വെള്ളത്തിൻ്റെ പോട്ട് ഗൈസ്. ഓക്കെ, പെട്ട് ഗൈസ്. പെട്ട് ഇവന്മാർ എവിടെ നിന്ന് വരണമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അതാണ് ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം ഈ സമയം കൊണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവന്മാർ താഴെ നിന്നായിരിക്കും വരുന്നത്. ആ സമയത്ത് ഇവന്മാർ താഴെ നിന്ന് വരട്ടെ. അയ്യോ ചതിച്ച്. താഴെ നിന്നല്ല അവന്മാർ വന്നത്, മണ്ടേ നാളല്ലോ വന്നത്. ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ അവന്മാർ പോട്ട് ഗൈസ്. ഇനി മറ്റവൻ ഇതുവഴി വന്ന് നമ്മൾ പെട്ട്. മറ്റവൻ ഇതുവഴി വന്നാൽ നമ്മൾ പെട്ട്. ഇല്ല പെട്ടില്ല. അതെന്താണ് ഗൈസ്? അതെന്താണ്? ഹാമർ കിട്ടി ഗൈസ്. ഹാമർ കിട്ടി. എനിക്ക് തോന്നുന്നു ഈ ഹാമർ കൊണ്ടാണ് പണി ഒക്കെ ഇരിക്കണേ. ഇതെന്തിനാണ്? ഇതിൻ്റെ അകത്ത് എന്തിനാണ്? പറ റെഡ് കീ കിട്ടി. റെഡ് കീ എന്തിനാണ്? എന്തിനാണെന്ന്? ഇതൊക്കെ ആ സ്ഥലം എല്ലാം നാളെ ഞാൻ പെട്ടു. ഇതിൻ്റെ അകത്ത് കയറി കുനിഞ്ഞിരിക്കാൻ വേറെ ഒന്നും വഴിയില്ല ഗൈസ്. ഇവിടെയാണെന്ന് തോന്നുന്നു ആ കോഡ് അടിക്കാനുള്ളത്. 113 അല്ലേ? 113 ആണ് ഇവിടെ അടിക്കാനുള്ള കോഡ്. അയ്യോ നാദാ പെടല്ലേ. ഓ ഗൈസ്, ഇവന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇരിക്കണ കൊണ്ട് അവൻ പിടിച്ചില്ല. എൻ്റെ ദൈവമേ, നമ്മളിപ്പോൾ പെട്ടേനെ. എല്ലാം ഉണ്ട് ഗൈസ്. നമ്മൾ പെട്ടെന്ന് തോന്നുന്നു. സെൻസിറ്റിവിറ്റി കൂട്ടിയിടുന്നില്ല. അതൊക്കെ വേറെ പണിയില്ല ഇപ്പോൾ. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. പൊയ്ക്കോളൂ എടാ. ഇനി അവന്മാർ പോകുമ്പോൾ വരുമോ? ഇല്ല, അങ്ങനെ അവൻ പണിയില്ല. ഓക്കെ, ഇത് അടച്ചിട്ട് നമുക്ക് 1 1 1 3. ഓക്കെ, ഇവിടെ എന്തിനാണ് ചെയ്യാനുള്ള? തുറന്നാ? അയ്യോ 1. ഓക്കെ, 1 1 4 എടാ എന്തിനടാ ഇത്? 1 1 1 2. ആഹാ, പമ്പ് ഹാൻഡിൽ ഇനി എവിടെയാണ് യൂസ് ചെയ്യണത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറ ഗൈസ്. എനിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്താണ്?
സ്വിച്ച് ബോർഡ് കീ. ഓക്കെ, സ്വിച്ച് ബോർഡ് കീ വേണം അവിടെ. യെസ്, അവന്മാർ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെന്തിനാണ്? ഡർട്ടി ഫാബ്രിക്. യെസ്, ഓക്കെ. റെഡ് കീ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നോക്കാം. ഇതൊക്കെ പുതിയ പുതിയ സ്ഥലങ്ങളാണല്ലോ ഗൈസ്. ഓക്കെ, എന്തൊക്കെയാണ് ഇത്? എന്തിനാണ് ഇവിടെ തിളങ്ങുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്തിനൊക്കെയാണ്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ സ്ഥലം? അയ്യോ, ഇത് നമ്മൾ വന്ന സ്ഥലം. ഇപ്പം അവന്മാർ ഇവിടെ എത്തും. ഓക്കെ, അതിന് മുമ്പേ ഇതെന്തിനാണെന്ന് നോക്കട്ടെ. ഇതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. പിന്നെ ഞാൻ തിരിഞ്ഞോട്ടൊന്നും ഗൈസ്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഹാമറുണ്ട്. ഹാമർ വെച്ച് ഇനി എന്തിനാണ് ഈ കളി? നോക്കിയിരിക്കുന്നു എല്ലാം. ഇതെടുക്കാം. ഓക്കെ, അവിടെ നോക്കടാ, ആ സാധനം കിടക്കുന്നു ഗൈസ് അവിടെ. ഇതെന്തിനാണ് ഗൈസ്? ഇതിൻ്റെ മണ്ടയിൽ ഒരു കളി. ദൈവമേ, അവന്മാരിപ്പോൾ ഇങ്ങോട്ട് വരുമല്ല. ദൈവമേ, വരരുതേ. ഇതെന്തിനാണ് കളി? ഇലക്ട്രിക് ലോക്കാ. പവർ ഓഫ് മൈൻ മേ ബി ദ പവർ. റിവോൾവർ കിട്ടി ഗൈസ്. മറ്റേ ഗൺ പാർട്ടിൻ്റെ സാധനം ഒന്നാണ് തോന്നുന്നത്. റിവോൾവർ. എടാ, എനിക്ക് ടെൻഷൻ കയറി വരണ ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ഓക്കെ, അവന്മാരില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് പോവാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതെന്തിനാണ്? പമ്പ് ഹാൻഡിൽ ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. പെട്ടെന്ന് മണ്ടയിലോട്ട് ഓടിക്കരുത്. കിട്ടി. എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് കിട്ടി. ഇനി ഒരു പണിയില്ല ഗൈസ്. പമ്പ് ഹാൻഡിൽ എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് കിട്ടി ഗൈസ്. ഓക്കെ. അയ്യോ നാദാ, പെട്ട്. കയറി വിളിച്ചു. കണ്ണാമ്പടി വിളിച്ചു ഗൈസ്. നമ്മളിവിടെ കയറി വിളിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, പമ്പ് ഹാൻഡിൽ എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അവിടെ കൊണ്ട് വയ്ക്കാൻ പോവാം. നാദാ പെടല്ലേ, അവൻ അങ്ങോട്ടായിരിക്കണേ പോകുന്നത്. തോന്നുന്നു പമ്പ് ഹാൻഡിൽ വെക്കാനുള്ള സമയമായി. ഓക്കെ, ഇനി എന്തിനാണ് ചെയ്യേണ്ട? എന്തരാടാ ഇത്? ഒന്നുമേ മനസ്സിലാവുന്നില്ല ഗൈസ്. ഒന്നും മനസ്സിലാവണില്ല. ഓ ഗൈസ്, ഈ സാധനം ഇങ്ങനെ ആക്കണം. ഓ ഗൈസ്, അയ്യോ ബോബ്, പെട്ട് ഇനി വിട്ടിട്ട് ഓടാം. ഒന്നുമേ മനസ്സിലാവണില്ല ഗൈസ്. ഇവിടെ കയറി വിളിക്കാൻ ഗൈസ്. വേറെ ഒരു പണിയില്ല. ഡൈനാമൈറ്റ് ഒന്ന് കിട്ടിയെങ്കിൽ എല്ലാത്തിനും ഒരു പണി കൊടുക്കുമായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഡൈനാമൈറ്റ് ഇല്ല ഗൈസ്. അതാണ് റെഡ് കീ എന്നൊക്കെ എന്തെന്ന് പോലും എനിക്കറിയത്തില്ല ഗൈസ്. റെഡ് കീ എന്ന് അവന്മാർ പോയെന്ന് തോന്നുന്നു. നമുക്ക് ഇനി താഴോട്ട് പോകാം ഗൈസ്. ഓക്കെ, എടാ അവന്മാർ പോയിക്കാണെങ്കിൽ ചതിക്കരുത്. ഓക്കെ, ചതിച്ചാൽ പണി പാളും. എടാ ഇതെവിടെ നിറ പാടാ ബോബേ. നമുക്ക് വേറെ പണി ഇല്ലടാ ബോബേ. തടിയും വെച്ചോണ്ട് കിടക്കാതെ ജിമ്മിലും എല്ലാം പോടാ. നിൻ്റെ വീട്ടിൽ ആടാ. അതെന്തൊരു സാധനം ഗൈസ്? അതെന്തൊരു ഒരു സാധനമാണ്. നമുക്ക് എന്തിനൊന്ന് പോയി നോക്കാം. ഓക്കെ, ഹാൻഡ് വീല എടുത്ത് പിടി. അയ്യോ, ഇവനുണ്ടായിരുന്ന ഗൈസ് ഈ ഡക്ക്. ഡക്കല്ല, ബക്ക്. ഓക്കെ, ഗൈസ് നമുക്ക് ഇപ്പം നമ്മളെ കയ്യിൽ ഗസ്റ്റിലിട്ട് കളിച്ചാൽ നമുക്ക് ഗ്രാൻഡ് പേനെയൊക്കെ നമുക്ക് വിളിച്ചു വരുത്താൻ പറ്റും. ഗ്രാൻഡ് പാ ആരെന്നറിയാമോ? നമ്മളെ ഗ്രാനീരെ ആരാന്തര് ഗ്രാനീര് മറന്നുപോയില്ല ഗൈസ്. ഗ്രാനീര് എന്തിനാന്ന് കൂടെ പറയാറുണ്ടോ ഗൈസ്. ഓക്കെ, ഗ്രാനീര് ഭർത്താവാണ്. ഗ്രാനീര് ഭർത്താവാണ്. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, അവന്മാർ പോയെന്ന് തോന്നുന്നു. ഓക്കെ, അവന്മാർ പോയി ഗൈസ്. സാധനം അയ്യോ നാദാ, പെടല്ലേ അവന്മാർ പൊയ്ക്കാണേ. അവന്മാർ പോയിട്ട് പോകെ സമാധാനപ്പെടുക. ഓക്കെ, അവന്മാർ പോയിട്ട് ഇത് കിടക്കുന്നു. അവിടെ ഹാൻഡ് വീൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ ഹാമർ വെച്ചൊരു കളിയുണ്ട്. ഇതിൻ്റെ താഴോട്ടാണോ? അല്ല, ഇതിൻ്റെ താഴോട്ടല്ലല്ലോ, ഇതിൻ്റെ മണ്ടയിലോട്ടാണോ? ഈ വഴി മറയാണോ ഞാൻ? ഇതെന്താണ്? ഇവിടെ ഡോർ ഹാൻഡിൽ, അവിടെ ഹാൻഡ് വീൽ. എന്തൊക്കെ വീലൊക്കെയാണ് എന്നറിഞ്ഞൂടാ ഗൈസ്. ഇവിടെയാണോ യൂസ് ചെയ്യേണ്ടത്? അതാ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണോ? എൻ്റെ നാളെ ഓടിക്കോണേ. പെട്ട് എടുത്ത് പിടിയാ ഗൈസ്. പെട്ട്. ഇനി ഹാമർ ഇനി എവിടെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പറ ഗൈസ്, എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അതിൻ്റെ ഒരു ഡൈനാമൈറ്റ് കിടക്കുന്നു. ഡൈനാമൈറ്റ് കിട്ടാൻ ഇത് എനിക്കൊന്ന് മനസ്സിലാവുന്നത്. നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് പോവാം.
ഈ റിംഗ് ടോൺ കേൾക്കണ വശങ്ങളിൽ നമ്മൾ നോക്കണം. ഓക്കെ ഏമേ ഇവിടെ നിന്ന് ബക്ക് വന്നാൽ നമ്മൾ പെട്ട്. ഓക്കെ ബക്ക ബോബ വന്നാൽ നമ്മൾ പെട്ട്. ഓക്കെ ഇല്ല എൻ്റെ നാഥാ ഇവന്മാർക്ക് വഴി അറിയാൻ കഴിയും. ഈസി മോഡൽ ഇട്ടാലും പെട്ട്. അയ്യോ പെട്ടില്ല നമ്മൾ പെട്ട്. അയ്യോ നമ്മൾ പെട്ട്. പെട്ടെന്ന് പറയുമ്പോൾ ഇതോപോലത്തെ പെട്ടില്ല കൈസ്. നമ്മൾ ഇതോപോലത്തെ പെടില്ല. നമ്മൾ ഇതോപോലെ ദൈവമേ ആ വഴിയിൽ കൊണ്ടിട്ടില്ല. എനിക്ക് വയ്യ കൈസ്. ആ അണ്ടർഗ്രൗണ്ട് ബേസിൽ നിന്ന് ഈ വഴിയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത വഴി. ഓക്കെ ഇവിടെ ഇതേതാണ് വഴി എനിക്ക് മനസ്സിലാവാത്ത കൊണ്ടാണ്. ഓക്കെ ഏതൊക്കെയോ വഴികൾ. ഓക്കെ ദൈവമേ ഇവിടെ ഒന്നും ഇല്ല. അയ്യോ നാഥന്മാരെ. അയ്യോ പെട്ട്. എടാ ഇവന്മാർക്കൊക്കെ എന്നെ മാത്രം എപ്പോൾ പിടിക്കണ്ടേന്ന് മതിയാടെ. അയ്യോ പെട്ട് ഗൈസ്. നമ്മൾ പെട്ട് ഗൈസ്. നമ്മൾ ലൈഫ് ലൈൻ ഫുൾ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് എസ്കേപ്പ് ആകാൻ പറ്റും ഗൈസ്. മറ്റേ ആ ഹെവി ആയിട്ടുള്ള എന്തൊരു സാധനം ഉണ്ടല്ലോ അത് അതിൻ്റെ മണ്ടയെ കൊണ്ട് വെക്കാനാണെന്ന് തോന്നുന്നു. അവിടെ ഒരു സാധനമുണ്ട് അവിടെ കൊണ്ട് വെക്കാനെന്ന് തോന്നുന്നത്. ആ ബക്കിരുന്ന് അവിടെ ഗ്രില്ല് ചെയ്യണുണ്ട്. ബോബ് എന്തിനാണ് നമ്മൾ ചെയ്യണത്? ഗൈസ് ഹാമർ കൊണ്ട് അടിച്ച് കൊല്ലാൻ പോകണമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. തന്നെ എന്തായാലും നമ്മൾ ബക്കിനെയും ബോബിനെയും ഒരു വർഷം പൊട്ടിച്ച് അതൊരു റിവെഞ്ചാണ് ഗൈസ്. ഓക്കെ നമ്മളെ ഗെയിം ഓവറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നേ, അടുത്ത വീഡിയോയിൽ ഈ ഗെയിം നമ്മൾ എസ്കേപ്പ് ആകുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ. ഓക്കെ വീണ്ടും ബൈ ഗൈസ്. Game over.